വഞ്ചിയൂരിൽ സിപിഎം സമ്മേളനത്തിന്റെ ഭാഗമായി ഗതാഗതം തടഞ്ഞ സ്റ്റേജ് കെട്ടിയ കേസിൽ പന്തൽ കരാറുകാരുടെ വാഹനങ്ങളും ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു. മൊഴിയെടുക്കാൻ ഇന്ന് ഹാജരാകാൻ സിപിഎം നേതാക്കൾക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. വി അരുൺ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, എന്തായാലും ഇന്ന് ഈ സ്റ്റേജ് കെട്ടിയ കേസിൽ, അതായത് ഗതാഗതം തടഞ്ഞ സ്റ്റേജ് കെട്ടിയ കേസിൽ പന്തൽ കരാറുകാരുടെ അടക്കം വാഹനങ്ങളുടെ ഉപകരണങ്ങളൊക്കെ പോലീസ് പിടിച്ചെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് പോലീസ് നടപടികൾ കർശനമാക്കുന്നത്. ഞാനിപ്പോൾ വഞ്ചൂർ പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഇതിന് ഉള്ളിൽ തന്നെ ഒരു വാഹനം, ഒരു ലോറി, മിനി ലോറി കാണാം. ഇതിൽ കരാറുകാർ കൊണ്ടുവന്ന സാധനങ്ങളാണ്, അതായത് ഇവിടെ സ്റ്റേജ് കെട്ടാൻ ഉപയോഗിച്ച സാധനങ്ങളുടെ ബാക്കിയാണ് അത് പോലീസ് പിടിച്ചെടുക്കുന്നത്. ഇതിന് പുറത്തും ഒരു 2 വാഹനങ്ങളിൽ ജനറേറ്ററും കസേരയും ഉൾപ്പെടെയുള്ളവ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ വഞ്ചൂർ സ്റ്റേഷന്റെ നേരെ എതിർവശത്താണ് നമ്മൾ നിൽക്കുന്നതിന്റെ എതിർവശത്തെ റോഡ് ക്രോസ് ചെയ്യാൻ തൊട്ടപ്പുറത്ത് വാഹനങ്ങൾ പോകുന്ന ഭാഗമാണ്. അവിടെയാണ് സ്റ്റേജ് നിർമ്മിച്ചിരുന്നത്. അതായത് പോലീസ് സ്റ്റേഷന്റെ നേരെ എതിർവശത്ത് കോടതിയിൽ സമീപമാണ് CPM ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സ്റ്റേജ് നിർമ്മിച്ചത്. അവിടെ ആദ്യം കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. വാർത്ത വന്ന വിവാദമായതോടുകൂടി കേസെടുക്കാൻ തയ്യാറായി. പിന്നീട് കോടതി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇവിടെ അന്തർകെട്ടിയ കമ്പനിയുടെ അവരുടെ തന്നെ ഈ ജനറേറ്ററും മറ്റുമാണ് ഇവിടെ സ്റ്റേജ് കെട്ടാൻ ഉപയോഗിച്ച നാടകമൊക്കെ, KPSCയുടെ നാടകമടക്കം ഇവിടെ അവതരിപ്പിച്ചിരുന്നു. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം, MV ഗോവിന്ദൻ പങ്കെടുത്ത ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ആ സാധനങ്ങൾ പിടിച്ചെടുത്തു. പുറകിൽ മറ്റൊരു ലോറിയിൽ ഈ പന്തൽ നിർമ്മാണത്തിലുള്ള മുളയും മറ്റ് സാധനങ്ങളും കസേരയും ഒക്കെ ഉണ്ട്. അതും അങ്ങനെ 3 വാഹനങ്ങളിലായാണ് സാധനങ്ങൾ പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. ആദ്യം ഈ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. പക്ഷേ ഈ വാർത്തയായതോടുകൂടി രാത്രി പോലീസ് എഫ്ഐആർ ഇട്ടു. കണ്ടാൽ അറിയാവുന്ന 500ഓളം പേർക്കെതിരെയായിരുന്നു അന്ന് എഫ്ഐആർ. പിന്നീട് സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ, സർക്കിൾ ഇൻസ്പെക്ടറെ വിളിപ്പിച്ചപ്പോൾ കോടതി നേരിട്ട് ഹാജരാൻ നിർദ്ദേശം കൊടുത്തപ്പോഴാണ് മിനിങ്ങാന്ന് രാത്രിയോടുകൂടി ഈ കേസിൽ CPM പ്രവർത്തകരെ, നേതാക്കളെ പ്രതി ചേർത്തത്. CPMന്റെ വഞ്ചൂർ പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ P. ബാബു ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് പ്രതി ചേർത്തത്. വഞ്ചൂർ ഏരിയ കമ്മിറ്റിയിലെ 20 അംഗങ്ങളും ഈ കേസിൽ പ്രതികളാണ്. അവർക്കൊക്കെ ഇന്നലെ തന്നെ നോട്ടീസ് നൽകി. ചിലരുടെയൊക്കെ മൊഴി ഇതിനകം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവരോട് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വഞ്ചൂർ സർക്കിൾ ഇൻസ്പെക്ടർ, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവർക്ക് ഹാജരാകുമോ എന്ന് വ്യക്തമല്ല. ഏതായാലും കോടതി ഇടപെടലിനെ തുടർന്ന് മറ്റു പോംവഴികളില്ലാതെ കടുത്ത നടപടിയിലേക്ക് പോകാൻ പോലീസ് തയ്യാറായത്. അതിന്റെ ഭാഗമാണ്. സാധാരണ ഇത്തരം കേസൊക്കെ ഒരു പെറ്റി കേസെടുത്ത് വിടുന്ന പതിവാണ്. പക്ഷേ കോടതി ഇടപെടലോടുകൂടി കൃത്യമായ നിയമ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. മറ്റു വഴികളില്ലാതെ അത്തരമൊരു നീക്കത്തിന് പോലീസ് നിർബന്ധമായി തീരുകയായിരുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന വാഹനങ്ങളൊക്കെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് പോലീസ് പിടിച്ചെടുത്തത്. ഭവ്യ, തീർച്ചയായും ഗത്യന്തരമില്ലാതെ പോലീസിന്റെ നടപടി. എന്തായാലും വഞ്ചൂരിൽ CPM സമ്മേളനത്തിന്റെ ഭാഗമായി ഗതാഗതം തടഞ്ഞ് സ്റ്റേജ് കിട്ടിയ കേസിൽ പന്തൽ കരാറുകാരുടെ വാഹനങ്ങളും ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു. ആ പോലീസ് പിടിച്ചെടുത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വഴി തടഞ്ഞ്, സാധാരണക്കാരന്റെ വഴി തടഞ്ഞ് പരിപാടി നടത്തിയതിന് അതിരൂക്ഷ വിമർശനം ഹൈക്കോടതിയിൽ നിന്ന് CPM നേരിട്ടിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് CPM നേതാക്കൾക്ക് മൊഴി നൽകാൻ ഹാജരാവാനുള്ള നോട്ടീസും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ ഗതാഗതം തടഞ്ഞ് സ്റ്റേജ് കിട്ടിയ കേസിൽ പന്തൽ കരാറുകാരുടെ വാഹനങ്ങളും ഉപകരണങ്ങളുമൊക്കെ പോലീസ് പിടിച്ചെടുത്തിരിക്കുകയാണ്. വി അരുൺ തുടരുന്നു. അരുൺ, ഗത്യന്തരമില്ലാത്തൊരു നടപടിയിലേക്ക് കടക്കേണ്ടി വന്നു പോലീസിന്, അല്ലെ? തീർച്ചയായിട്ടും പോലീസിന് മറ്റു വഴികളിലായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇങ്ങനെ ഒരു നിയമലംഘനം നടക്കുമ്പോൾ സാധാരണ പോലീസിൽ നിന്ന് ഇത്തരത്തിൽ റോഡിൽ സ്റ്റേജ് കെട്ടാനൊക്കെ പോലീസിലും PWD നിന്നൊക്കെ അനുമതി വാങ്ങേണ്ടതുണ്ട്. ഒരു അനുമതിയുമില്ലാതെയാണെന്ന് CPM ഇത്തരമൊരു പരിപാടി ഇവിടെ നടത്തിയെന്ന് വ്യക്തമാണ്. വൈകുന്നേരമുള്ള സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ സമ്മേളനങ്ങൾക്കും മറ്റും ലോറി താൽക്കാലിക സ്റ്റേജ് ഒരുക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി പതിവ്. അതിന് വിരുദ്ധമായി ഈ സ്റ്റേഷന് നേരെ എതിർവശം, നമ്മൾ അത് പറഞ്ഞാൽ ഒരു പക്ഷേ മനസ്സിലാകില്ല, ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു മീഡിയം ക്രോസ് ചെയ്താൽ എത്തുന്നത് സ്റ്റേജ് കെട്ടിയ സ്ഥലമാണ്. അതായത് പോലീസ് സ്റ്റേഷന്റെ കൺമുന്നിൽ നിന്നൊക്കെ നമ്മൾ പല വാർത്തകൾക്കും പറയാറുണ്ട്. പോലീസിന്റെ കൺമുന്നിൽ, ഇത് അക്ഷരാർത്ഥത്തിൽ കൺമുന്നിലായിരുന്നു. തൊട്ടപ്പുറത്ത് കോടതിയുണ്ട്. ജഡ്ജിമാരും മറ്റും ഇതുവഴി വരുമ്പോൾ വഴി അടഞ്ഞതാണ് ഈ പ്രശ്നങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി മാറിയത്. കോടതിയിലേക്കുള്ള ജഡ്ജിമാരുടെ, മജിസ്ട്രേറ്റുമാരുടെ വരവ് പോക്കൊക്കെ വലിയ തടസ്സമുണ്ടായി. അതുകൊണ്ടുകൂടിയാണ് ഈ പ്രശ്നം ഈ രീതിയിൽ കോടതി ഏറ്റെടുത്തതെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള സ്ഥലത്താണ് പോലീസ് സ്റ്റേഷനിൽ നേരെ ഇറങ്ങി മുന്നിലേക്ക് വരുന്നത് സ്റ്റേജിലേക്കാണ്. ഇവിടെയാണ് അതിന് തൊട്ടപ്പുറത്ത് ഏതാനും മീറ്ററുകൾക്ക് അപ്പുറത്ത് പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. 2 വശത്തെ വഞ്ചൂർ ജംഗ്ഷനും അതുപോലെ തന്നെ പഴയ കളക്ടറേറ്റിന്റെ ഭാഗവും
അവിടെ പോലീസുകാർ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയായിരുന്നു. ഇവിടെ ഇതുവഴി ഒരു വഴി മാത്രം ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തുകൂടി വാഹനങ്ങൾ കടത്തിവിട്ടു. ഇവിടെ ഈ രണ്ട് വരി പാതയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഹനങ്ങൾ കടത്തിവിട്ടു. നമുക്കറിയാം വളരെയധികം തിരക്ക് എല്ലാ സമയവും ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ഈ വഞ്ചിയൂർ. തൊട്ട് അടുത്ത് തന്നെ 3 സ്കൂളുകളുള്ളതാണ്. ജനറൽ ആശുപത്രിയിലേക്കുള്ള വഴിയാണ്, എയർപോർട്ടിലേക്ക് പോകാനുള്ള മറ്റൊരു ഇടവഴിയാണിത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട റോഡിലാണ് പോലീസ് അവിടെ നിന്നുകൊണ്ട് വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ട് ഈ ഒരു ഒറ്റ പാതയിലൂടെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഹനങ്ങൾ കൊടുത്ത് മണിക്കൂറുകളോളം കടുത്ത വലിയ തിരക്ക് ഇവിടെ ഉണ്ടായി. അങ്ങനെ ആ സാഹചര്യത്തിലാണ് പോലീസ് നിയമവിരുദ്ധമായ ഒരു പ്രവർത്തിക്ക് പോലീസ് കണ്ണടച്ചു എന്ന് മാത്രമല്ല അവർ കൂട്ടുനിൽക്കുകയും ചെയ്തെന്ന് പറയാം. അതുകൊണ്ടാണ് ഇത്രയധികം വിമർശനം ഹൈക്കോടതിയിൽ അടക്കമുണ്ടായത്. നമുക്കറിയാം തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ ഈ റോഡിൽ സ്റ്റേജ് കെട്ടുന്നതും സമരങ്ങളുടെ ഭാഗമായ ഗതാഗതം തടയുന്നതുമൊക്കെ പുതിയ സംഭവമല്ല, നിരന്തര സംഭവമാണ്. പക്ഷേ ഇത് പൂർണ്ണമായും ഒരു വഴി അടച്ചുകൊണ്ട് ജനങ്ങളുടെ യാത്ര പൂർണ്ണമായും ബുദ്ധിമുട്ടിച്ചുകൊണ്ടൊരു നടപടിയാണ് ഉണ്ടായത്. അത് ഈ കോടതിയുടെയൊക്കെ സമീപത്തായതുകൊണ്ടാകാം ഒരുപക്ഷെ ഇത്രയധികം ഇടപെടൽ കോടതിയുടെ ഭാഗത്തും ഉണ്ടായത്. നിരവധി ജഡ്ജിമാരും മജിസ്ട്രേറ്റുമാരും ഒക്കെ ഇവിടെ വന്ന് പെടുകയും പിന്നീട് മറ്റു വഴികളിലൂടെ കോടതിയിലേക്ക് പോകേണ്ടതൊക്കെ സാഹചര്യമുണ്ടായി. ഏതായാലും ഇപ്പോൾ കർശന നടപടിയിലേക്ക് പോലീസ് പോവുകയാണ്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കോടതിക്ക് മുമ്പാകെ ഹാജരാകണം. അതുകൊണ്ട് കൂടിയാണ് എന്തു ചെയ്തു എന്ന് കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്നലെ CPM നേതാക്കൾക്കെതിരെ മെനങ്ങാന്ന് അവരെ പ്രതിയേർത്ത് കേസെടുത്ത് അവർക്ക് ചോദ്യം ചെയ്യലിൽ ഹാജരാക്കാൻ നോട്ടീസ് നൽകിയത്. ഈ 3 വാഹനങ്ങളും പന്തൽ നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളും പിടിച്ചെടുത്തതും ഭവ്യ. അതാണ് ഭരിക്കുന്ന പാർട്ടി എന്ത് നിയമലംഘനം നടത്തിയാലും ജില്ലാ ഭരണകൂടവും പോലീസും കൈയും കെട്ടി നോക്കി നിൽക്കുമെന്നതിന്റെ ഉദാഹരണമായിരുന്നു നമ്മൾ വഞ്ചിയൂരിൽ കണ്ടത്. പക്ഷേ അങ്ങനെ അങ്ങ് പോയാൽ പോരാ, ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്ന് കോടതി പറഞ്ഞപ്പോൾ ഗത്യന്തരമില്ലാതെ പോലീസിന് കേസെടുക്കേണ്ടി വന്നു. ഇപ്പോൾ ഇതാ നടപടിയിലേക്ക് കടത്തിയിരിക്കുന്നു. VV അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.